പാല ഉറങ്ങാത്ത രാത്രി. അതെ, 2026 ഓഗസ്റ്റ് 1, ഒരു കറുത്ത ദിനം. ശക്തമായ ഉരുൾപൊട്ടലിൽ ഈരാറ്റുപേട്ട പാല ഭാഗങ്ങൾ മൊത്തം വെള്ളത്തിൽ. തിരുമലവരെ സുൽവാസദേവാണ്. 2026 വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി ഫ്ലാറ്റിൽ മൊത്തം വെള്ളം കയറി. പാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രമാത്രം വെള്ളം അടിച്ചു കയറി വരുന്നത്. ഉരുൾപൊട്ടലില് മൊത്തത്തില് പാല ടൗൺ മൊത്തം മുങ്ങി. വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം ആഞ്ഞടിച്ചു വന്നു. ഉരുൾപൊട്ടൽ, ശക്തമായ ഉരുൾപൊട്ടല്. ഞാൻ താമസിച്ചിരുന്നത് പാല ഈരാറ്റുപേട്ട റൂട്ടിലുള്ള ഫ്ലാറ്റിലായിരുന്നു. ഫ്ലാറ്റൊക്കെ വെള്ളത്തിൽ മുങ്ങി, തൊട്ടടുത്ത് വീടുകളും മുങ്ങി. ഞങ്ങള് പാല ടൗണിലാണ്, മൊത്തം വെള്ളത്തിൽ മുങ്ങിട്ടു, ഫുള്ള് വെള്ളത്തിൽ മുങ്ങി. 2018 ശക്തമായ പ്രളയത്തിൽ പോലും, കേരളം മുങ്ങിയപ്പോൾ പോലും പാലയിൽ ഇത്ര വെള്ളം കയറിയിട്ടില്ല. അവിടെയുള്ള വയസ്സായ ആൾക്കാരനെ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം പാലയിൽ കയറുന്നത് കാണുന്നത്. ചുറ്റും സമുദ്രം പോലെ പാലയിലുള്ള ഫ്ലാറ്റുകളും വീടുകളും കടകളും മുങ്ങി. അതിശക്തമായ ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ, അതുപോലെ പാലയുടെ അടുത്താനാണ് വാഗമൺ, ഇല്ലിക്കക്കല്ല്, ഇലവിഴാപ്പൂഞ്ചിറ, ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ ശക്തമായ ഉരുൾപൊട്ടല്. അതിൽ കുത്തിയൊഴുകി വന്ന വെള്ളം മൊത്തം പാലയെയും ഈരാറ്റുപേട്ടയും വിഴുങ്ങി. അക്ഷരാർത്ഥത്തിൽ പാല സ്തംഭിച്ചു. അതുകൂടെ ശക്തമായ മലവെള്ളപ്പാച്ചില്, മല ഇടിഞ്ഞു വന്നപ്പോൾ അതിലുണ്ടായിരുന്ന പാമ്പുകള്, മരങ്ങള്, ഇങ്ങനെ എല്ലാം വന്നു. അത് രക്ഷാപ്രവർത്തനം ബാധിച്ചു. ഈ ഫയർഫോഴ്സ് ടീമും അതുപോലെ കുറച്ച് നാട്ടുകാരൊക്കെ സജീവമായി രംഗത്ത് വന്നു. പലപ്പോഴും അവര് വെള്ളത്തിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടു. ഞങ്ങൾ ഫ്ലാറ്റിന്റെ 3ാമത്തെ നിലയിലായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം താഴെ ഭാഗത്ത് 3 നില നിലത്തിൽ വെള്ളമാണ്. ഏതായാലും ഞങ്ങളെ ഫ്ലാറ്റിന്റെ ഫ്രണ്ട് ഭാഗമാണിത്. ആ ഫ്രണ്ട് ഭാഗത്ത് ഫയർഫോഴ്സ് ടീമൊക്കെ വന്നു, രക്ഷാപ്രവർത്തനം നടത്തി, കുറെ പേര് രക്ഷിച്ചു. എന്നാലും പാലയിൽ ആദ്യമായിട്ടാണ് ഇത്രമാത്രം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. കാരണം പാലയിലെ ജനങ്ങൾ സ്തംഭിച്ചു പോയി. അതിനിടയ്ക്ക് കുറെ ചേട്ടന്മാരൊക്കെ കുറച്ച് ഭക്ഷണം കാര്യമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ തോണിയിലൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ സത്യം പറയണമെങ്കിൽ ഓഗസ്റ്റ് 1 ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. രാവിലെ ചെറിയ ചെറിയ രീതിയിൽ കൂടിയാണ് വെള്ളം വന്നിരുന്നത്. പിന്നീട് ഒന്നായിട്ട് കുത്തി ഒലിച്ചു ഒറ്റ വരവാണ്. ഇതിപ്പോ ഈരാറ്റുപേട്ട ടൗൺ ആണ്. ഈരാറ്റുപേട്ട ടൗണും സ്കൂൾ ഗ്രൗണ്ടുകളും ഇതൊക്കെ മുങ്ങി. മീനച്ചിലാറ് നിറഞ്ഞൊഴുകി. കുരിശുപള്ളി ഭാഗങ്ങളിലും കൊട്ടാരമുറ്റം റോഡ് പൂർണ്ണമായിട്ട് മുങ്ങി. കോട്ടയത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അതുകൂടാതെ മുത്തോലി ഭാഗങ്ങള്, കിടങ്ങൂര് ഭാഗങ്ങള് എല്ലാം വെള്ളത്തിലായി, ഫുള്ളായിട്ട് മുങ്ങിയൊരവസ്ഥ. പാലയിൽ ഒരുപാട് സ്കൂള്, കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊക്കെ മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് പഠിക്കുന്നത്. ഇവരൊക്കെ ബുദ്ധിമുട്ടിലായി. ഈരാറ്റുപേട്ട ടൗൺ ദൃശ്യമാണിത്. ഈരാറ്റുപേട്ട പൂർണ്ണമായിട്ട് മുങ്ങി. അതിന്റെ ബാക്കി പാലയിൽ ഫുള്ള് നിറഞ്ഞു കവിഞ്ഞു. 2 ദിവസം ശക്തമായ മഴ വാഗമണിലും ഇല്ലിക്കക്കല്ലും ഈ ഭാഗങ്ങളിൽ പെയ്തതിന്റെ ആ ഒരു പ്രത്യാഘാതം ഉണ്ടായത് പാല ഭാഗങ്ങളിലാണ്. അപ്രതീക്ഷിത ഉരുൾപൊട്ടലും മഴയും മീനച്ചിലാർ നിറഞ്ഞു കഴിഞ്ഞു. ഓണത്തെ വരവേൽക്കേണ്ട പാലയ്ക്ക് ദുഃഖമാണ് സമ്മാനിച്ചത്. ഡ്രസ്സുകളൊക്കെ, ഒരുപാട് കടയിൽ പുതിയ ഡ്രസ്സ് എത്തിച്ചിരുന്നു, അതൊക്കെ ഒഴുകിപ്പോയി. ഓരോ പ്രളയവും ഓരോ പാഠങ്ങളാണ്. ശ്രദ്ധിക്കുക, മഴക്കാലം സൂക്ഷിക്കുക.